അതായത് ഈ ഇന്റർവ്യൂ, അതായത് നിങ്ങൾ ഇറങ്ങി കഴിയുമ്പോൾ ആദ്യം ഇന്റർവ്യൂ എടുക്കുന്ന ഈ അഞ്ജന നമ്പ്യാർ തന്നെയാണോ ഈ ഇന്റർവ്യൂ നിങ്ങളുടെ ഈ കേറുന്നതിന് വേണ്ടിയുള്ള ഇന്റർവ്യൂ ചെയ്യുന്നതാണെന്ന്? ഇന്റർവ്യൂവിൽ ഒരാള് അഞ്ജന മാം ആയിരുന്നു, ബാക്കി സെർഗോ സാർ ഉണ്ടായിരുന്നു, കിഷൻ സാർ, ഒരുപാട് പേര്. അതായത് ഏഷ്യാനെറ്റിന്റെ എല്ലാ ആൾക്കാരും, മെയിൻ ആയിട്ടുള്ള ആൾക്കാരെല്ലാം ഇരുന്നിട്ടുള്ള വലിയൊരു ഇന്റർവ്യൂ ആയിരുന്നു. എന്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ഒരു കിടിലൻ ക്വസ്റ്റ്യൻസും ഒരു പാനലിനെ മീറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞു അങ്ങനെ സെലക്ഷൻ കിട്ടി, ബിഗ് ബോസിൽ പോയി. അത് മാത്രമേ ഉള്ളൂ. ഞാൻ ഇതുവരെ ഞാൻ ആ ഏഷ്യാനെറ്റിന്റെ ട്രോള് വന്നപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, ഒരു സ്കിറ്റ് നമ്മുടെ ഫിനാലിക്ക് പെർഫോം ചെയ്തപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഈ ബിൻസി എങ്ങനെ അതിൽ വന്നു. ശൈത്യ PR കൊടുത്ത കാര്യം ശൈത്യ പറഞ്ഞിട്ടുണ്ട്, അത് എല്ലാവരോടും അവൾ അംഗീകരിക്കുന്നുണ്ട്, ഈവൻ ഞങ്ങളോട് പോലും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങനെ ഒരു സാധനം കൊടുത്തിട്ടില്ല, കാരണം കൊടുക്കാൻ എനിക്ക് പൈസ ഇല്ല. അല്ല, പിന്നെ ഒരു കാര്യമുണ്ട്, PR കൊടുത്തിരുന്നെങ്കിൽ ഇപ്പൊ ശൈത്യ എവിക്റ്റ് ആകേണ്ട ആളായിരുന്നു, കുറച്ച് ആളോട് നിന്നെന്ന് പറഞ്ഞില്ല, അതുപോലെ എനിക്ക് നിൽക്കായിരുന്നു, എനിക്കത് ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ PR കൊണ്ട് മാത്രം ഒരാൾക്ക് അവിടെ നിലനിൽക്കാൻ പറ്റുമോ? അല്ല, ഞാൻ 100% വിശ്വസിക്കുന്ന ആളാണ് ബിൻസി കുറച്ച് നാൾ കൂടി അവിടെ നിൽക്കേണ്ട ഒരു കണ്ടസ്റ്റന്റ് വിശ്വസിക്കുന്ന ആളാണ്. അത് ഞാൻ ഇവിടെ ഇരിക്കുന്നോണ്ട് പറയുന്നതല്ല, ഞാൻ എല്ലാത്തിനും എനിക്ക് കൃത്യമായിട്ട് നിലപാടുള്ള ആളാണ്. എന്റെ നിലപാട് വിട്ട് ഒരു അടി ഞാൻ മുന്നോട്ട് പോകുന്ന ആളുമാണ്. പക്ഷെ അതുകൊണ്ട് ഞാൻ വ്യക്തമായിട്ട് പറയുന്നു, എന്താണെങ്കിലും കുറച്ച് നാളും കൂടിയൊക്കെ നിൽക്കേണ്ട ആളായിരുന്നു. കാരണം കുറച്ചുകൂടി പൊട്ടൻഷ്യൽ ഉള്ള ആളായിരുന്നു, കുറച്ചുകൂടി സംസാരിക്കാൻ കാലിബർ ഉള്ള ആളാണ്, അത്യാവശ്യം എല്ലാ കാര്യത്തിലും ഇടപെടുന്നുണ്ടായിരുന്നു. അത് എന്തുകൊണ്ട് ഇവരെ പുറത്തായെന്നുള്ളത് ക്വസ്റ്റ്യൻ മാർക്ക്, ബിഗ് ക്വസ്റ്റ്യൻ. ഇനിയിപ്പം കഴിഞ്ഞു അല്ലെ, എല്ലാം കഴിഞ്ഞു. അതെ 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 അതെ, എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോ അതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാൻ പറ്റില്ല. മെജോറിറ്റി ആൾക്കാർക്ക് PR ഉണ്ട്, പക്ഷെ അവിടെ യൂസ്ഫുൾ ആയത് ചുമ്മാ നിന്നാലും എന്തെങ്കിലും ചെയ്താലും ലൈവ് അതും ഇതുമൊക്കെ കട്ട് ചെയ്ത് നല്ല ഇമോഷണൽ സാധനങ്ങളൊക്കെ കയറ്റി വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിടാൻ ആൾക്കാരുണ്ടായിരുന്നു. എന്റെ പേജിലൊന്നും ഒരു വീഡിയോ പോലും ഉണ്ടായിരുന്നില്ല, ഏഷ്യാനെറ്റ് കൊളാബ് ചെയ്ത വീഡിയോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് PR-ന്റെ ഒരു ഗുണം. പക്ഷെ അതുപോലെ തന്നെ PR ഇല്ലാതെ നിന്നൊരാളാണ് നെവിൻ. 100 days അവിടെ കംപ്ലീറ്റ് ചെയ്തു. അത് നെവിന്റെ ഒരു പ്രത്യേകതരം കഴിവാണ്, അത് അംഗീകരിക്കാൻ. അത് കഴിവ്, അതാണ് ഞാൻ പറഞ്ഞത്. അതായത് PR കൊണ്ട് മാത്രം അവിടെ ഒരാൾക്ക് നിലനിൽക്കാൻ പറ്റില്ല, അവിടെ കളിക്കുകയും കൂടി വേണം. അല്ലെ, അവിടെ ഗെയിം കൃത്യമായിട്ട് കളിച്ച് ജനഹൃദയങ്ങളിലേക്ക് കയറാൻ സാധിച്ചെങ്കിൽ മാത്രമേ പിടിച്ചിരിക്കാൻ പറ്റൂ. PR ഇല്ലാത്ത ആൾക്ക് പ്രത്യേകിച്ച്, കാരണം വേറെ വോട്ട് ചെയ്ത് കൊടുക്കാനൊന്നും ആരുമില്ല, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ താനാണ് മെയിൻ എന്ന് കാണിച്ചു വെക്കാനും ആരുമില്ല. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നെവിൻ വളരെ വലിയ രീതിയിൽ കളിച്ചാണ്. അപ്പൊ എന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, അനുമോൾ എന്ന് പറയുന്ന ഇപ്പോഴത്തെ വിന്നർ ആരും അംഗീകരിക്കുന്നില്ല. നിങ്ങളുടെ കൂട്ടത്തിൽ കുറെ പേര്, ഇപ്പൊ ബിൻസി അംഗീകരിക്കുന്നില്ല, ഷാരിയ ചേച്ചി അംഗീകരിക്കുന്നില്ല, ശൈത്യ അംഗീകരിക്കുന്നില്ല, അപ്പാനി അംഗീകരിക്കുന്നില്ല, അക്ബർ അംഗീകരിക്കുന്നില്ല, ബിന്നി അംഗീകരിക്കുന്നില്ല. നിസ്സാരം ഒരു ചപ്പാത്തി കള്ളിന്ന് അനുവിനെ വിളിച്ചതിന്റെ പേരില് അനു വീട്ടിൽ കിടന്ന് കരഞ്ഞ് ബഹളം വെച്ച് സീനാക്കി. അപ്പൊ അനു പറഞ്ഞത്, എന്നെ പുറലോകം ഒരു ചപ്പാത്തി കള്ളിയായിട്ട് കാണത്തില്ലേ, ഞാൻ എങ്ങനെ പുറത്തിറങ്ങി ജീവിക്കും എന്നാണ് ചോദിച്ചത്. ആ അനു വെറും സുഹൃത്തുക്കൾ മാത്രമായിട്ടുള്ള അപ്പാനീനെ എന്നെയും കുറിച്ച് പറയുമ്പോൾ പുറം ലോകം അത് വേറെ രീതിയിൽ നെഗറ്റീവായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എങ്ങനെ പുറത്തിറങ്ങി ജീവിക്കും? അല്ല, ഞാൻ അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോ ഞാൻ അല്ലെങ്കിൽ അനുമോൾ തന്നെ കൂട്ടിക്കോ, ബിൻസിയെ കുറിച്ച് ഒരു മോശം കാര്യം ബിൻസിയെ കുറിച്ച് പറയുന്നു. ബിൻസി അത് ചെയ്തിട്ടില്ലെങ്കിൽ ബിൻസിക്ക് പിന്നെ തലയുയർത്തി നടക്കുന്നതിനോ അത് ചോദ്യം ചെയ്യുന്നതിനോ പിന്നെ എന്ത് പ്രശ്നമാണുള്ളത്? അല്ല, ഇപ്പൊ ബിൻസി തന്നെയാണ് ചോദിച്ചത്, ഞാൻ എങ്ങനെ ജീവിക്കുന്ന, എന്തിനാ അങ്ങനെ ചിന്തിക്കുന്നത്? അവരുടെ ഒരു അഭിപ്രായം പറയുന്നു, അല്ലെങ്കിൽ അവരുടെ കോൺസെപ്റ്റ് അതായിരിക്കാം, അതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഇപ്പൊ ക്ലിവേജ് കണ്ടാൽ ഉടനെ അത് വേണ്ടെന്നൊക്കെ പറയുന്നത് അവരുടെ കോൺസെപ്റ്റ് ആയിരിക്കും. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള വ്യക്തി താല്പര്യങ്ങളോ അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളോ അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ബഹുജനം പലവിധമാണല്ലോ, എല്ലാവരും ഒരുപോലെയല്ല. ഞാൻ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല മറ്റൊരാൾ ചിന്തിക്കുന്ന എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. അപ്പോ അങ്ങനെ ഒരാൾ പറയുമ്പോ ഉടനെ തകരുന്നതാണോ? ഇച്ചിരി ബോൾഡ് ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തീർച്ചയായിട്ടും. കരുത്ത് എനിക്ക് തോന്നുന്നില്ല. ഇല്ല, കരുത്തൊക്കെ ഞാൻ കാണിക്കാനുള്ളതൊക്കെ കാണിച്ചില്ലേ, ഞാൻ കൊടുക്കാനുള്ളത് അനുവിനോട്ട് കൊടുത്തു, അനുവിനെ കൂടെ തിരുത്തി പറയിപ്പിച്ചു. സോ ഞാൻ അതിൽ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ പറഞ്ഞു വന്നത്, അനുമോളെന്നല്ല ആർക്കും എന്ത് വേണമെങ്കിലും പറയാന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകരുത്. അതായത് ഇപ്പം പേഴ്സണൽ ആയിട്ട് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളൊക്കെ കാണും എന്ന് പറഞ്ഞ് മറ്റൊരാളുടെ ഒരു ലൈഫ് വെച്ചിട്ട് കളിക്കരുത്. അനുവിന് അവിടെ ഒരു കണ്ടന്റ് ദാരിദ്ര്യം വന്നപ്പോ അനു എടുത്തിട്ടൊരു കാര്യമാണ് ഈ അപ്പാനിയുടേതും എന്റതും. അതിന്റെ പേരില് രേഷ്മ എന്നെ എടുത്ത് സംസാരിച്ചു, എനിക്ക് എന്റെ വീട്ടുകാരെ മാത്രം ബോധിപ്പിച്ചാൽ മതി. ചാച്ചനും അമ്മയും അപ്പാനിയുടെ വൈഫാണ്. അപ്പൊ അപ്പാന്റെ വൈഫിന് നല്ലപോലെ അദ്ദേഹത്തിന് അറിയാം, എനിക്ക് എന്റെ വീട്ടുകാർക്ക് എന്നെ അറിയാം, ഇതിൽ കൂടുതൽ എനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട. പക്ഷേ ഈ സമയത്ത് ഈ PR ചെയ്തത്, അതായത് ഈ വിനുവിന്റെ ടീംസ് ഭയങ്കര നെഗറ്റീവായിട്ടാണ് കമന്റ് ഇട്ട് കളഞ്ഞത്. അതായത് എനിക്കും രേഷ്മയ്ക്കും കൂടെ നിന്നൊരു ഫോട്ടോ പോലും പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഞാനും എന്റെ അപ്പനും അപ്പാനെയും കൂടെ നിന്നിട്ട് ഞങ്ങൾക്ക് ഒരു ഫോട്ടോ ഇടാൻ പറ്റില്ല. അതിന് താഴെ ഫുള്ള് കമന്റ്സ് ആയിരുന്നു. അപ്പൊ ഈ കമന്റ്സ് എല്ലാം ഇടുന്നത് ഫേക്ക് അക്കൗണ്ടിൽ നിന്നാണ്. നമുക്ക് ആ പ്രൊഫൈൽ കയറി നോക്കുമ്പോൾ അറിയാം,
പേരും ഇല്ല, ഫോട്ടോയും ഇല്ല, ഫോളോവേഴ്സും ഇല്ല, ഒന്നുമില്ല. ഇൻസ്റ്റാഗ്രാമിലൊക്കെ അങ്ങനെ തന്നെയാണോ? ഇൻസ്റ്റയിലും യൂട്യൂബിലും എല്ലാം അങ്ങനെ തന്നെയായിരുന്നു. ഒരു സ്വന്തമായിട്ട് ഒരു ഐഡി പോലും ഇല്ലാത്ത ആൾക്കാരാണ് ഒന്ന് കമന്റ് ഇടുന്നത്. സോ അനു പറഞ്ഞ ഒറ്റ സ്റ്റേറ്റ്മെന്റിന്റെ പേരിലാണ് ഞാൻ പുറത്ത് അനുഭവിച്ചത്. എനിക്കാരെയും പേടിയില്ല, ഞാൻ ഭയങ്കര ബോൾഡ് ആണെന്ന് പറഞ്ഞ് എല്ലാവരുടെയും ഭാഗം നമുക്ക് മൂടിക്കെട്ടാൻ പറ്റത്തില്ല. നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും കാര്യം പോലും അറിയാണ്ട് അത് എന്താണെന്ന് പോലും അന്വേഷിക്കാണ്ട് കുറെ ആളുകൾ നെഗറ്റീവ് പറയും. സൈബർ ബുള്ളിങ്ങിനെ പേടിക്കുന്നുണ്ട്? പേടിക്കുന്നില്ല. ഞാൻ ഇപ്പൊ ഇറങ്ങി പേടിക്കുന്നില്ല, പക്ഷേ പേടിക്കുന്നുണ്ട്. ഇല്ല, പേടിക്കുന്നില്ലെന്നല്ല, നമ്മൾ ഇങ്ങനെ ഒരു മീഡിയ ഫീൽഡിൽ നിൽക്കുമ്പോ കുറച്ചൊക്കെ നമ്മളൊന്ന് നോക്കണമല്ലോ. അല്ല, ഞാൻ എന്താ നോക്കണമെന്ന് മനസ്സിലായില്ല. അല്ല, എനിക്ക് ഞാനിപ്പോ ചെയ്തൊരു കാര്യത്തിന്റെ പേരാണെങ്കിൽ, അതായത് അമ്മയെ തല്ലിയാലും രണ്ടു പക്ഷമുള്ള നാടാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ മനുഷ്യന്മാരുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്താലും അതിന് പോസിറ്റീവും നെഗറ്റീവും പറയാൻ ആൾക്കാരാണ്. അതിന് ഇതിലെ കൂടെ കേട്ട് ഇതിലെ കൂടെ വിടുക എന്നുള്ളതല്ലേ നമ്മൾ, പ്രത്യേകിച്ച് ഈ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ എന്തും കേൾക്കാൻ ഇങ്ങനെ നിൽക്കണം എന്ന ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. എന്തും കേൾക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം, എങ്കിലേ ഉള്ളൂ നമുക്ക് ഈ ഫീൽഡിൽ പിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട ലാലേട്ടൻ പോലും എത്രയോ സൈബർ ബുള്ളിങ് നേരിടുന്നു. ലാലേട്ടനെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊന്നും ആരും അല്ലല്ലോ. അപ്പൊ അത്തരത്തിൽ അത് കണ്ടാ പോരെ എന്നാണ് ചോദ്യം. തീർച്ചയായിട്ടും. പക്ഷെ എനിക്ക് ചെറിയൊരു ക്ലാരിറ്റി കൊടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാനും നെവിനും തമ്മിൽ പ്രണയമാണെന്ന് പറയുന്ന കുറച്ച് പേരുണ്ട്. അപ്പം നെവിൻ എല്ലാവരുടെയും ഇതുകൊണ്ട് ഈ ബിൻസിയുടെ തലയെ കൊണ്ടേ കെട്ടിവെക്കുന്ന അല്ലേ, അതൊരു ചോദ്യചിഹ്നമായിട്ടൊരു കാര്യമാണല്ലോ. അപ്പാനി നെവിൻ താല്പര്യമില്ല മതി. പിന്നെ ഞാൻ ലാലേട്ടനോട് എനിക്ക് ക്രഷ് തോന്നി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ജനയുടെ ഇന്റർവ്യൂല്. അതിന് ലാലേട്ടനോട് ബിഗ് ബോസിൽ ആരോടാണ് ഏറ്റവും ഒരു പ്രണയം തോന്നിയെന്ന് വെച്ചപ്പോ ഞാൻ പറഞ്ഞ ലാലേട്ടനോടാണ് എന്റെ ക്രഷ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റേ രീതി പറഞ്ഞതാ, മറ്റേ നമ്മുടെ സിംബോളിക് ആയിട്ടുള്ള സാധനം. ഞാനിങ്ങനെ പറയുന്ന കൂട്ടത്തിലൊക്കെ പറഞ്ഞത്. അപ്പൊ അതിന് പോലും ആൾക്കാര് നെഗറ്റീവും പോസിറ്റീവും പറയുന്ന ആൾക്കാരുണ്ട്. ഞാൻ അതിനെ ഫണ്ണായിട്ട് തന്നെ എടുത്തിട്ടുള്ളൂ. അപ്പം ഞാൻ പറയാൻ വന്നത് ഇങ്ങനെ എന്തായിരുന്നു നടന്ന് ചോദിച്ചെന്തായിരുന്നു മറന്നുപോയല്ലോ. നെവിനും ഈ എല്ലാ ആൾക്കാരുടെയും തലയിലോട്ടാണ് ഇടുന്നത് ഞാൻ ചോദിച്ചത്. എല്ലാം ബിൻസിയുടെ തലയിലേക്കാണ്. പ്രണയ കഥകൾ മുഴുവൻ ബിൻസിയുടെ ക്ലിവേജ്, പ്രണയ കഥകൾ ഇതെല്ലാം ബിൻസിയുടെ തലയിലേക്കാണ് വരുന്നത്. വേറെ ആരെ കുറിച്ചും അങ്ങനെ ഒരു അലിഗേഷൻ കേട്ടിട്ടില്ല അല്ലെ ഈ തവണത്തെ ബിഗ് ബോസ്? ആര് പറഞ്ഞു? വേറെ ആരാ? അനുമോളുടെ ആര്യന്റെ കാര്യം നിങ്ങൾ കേട്ടില്ല, പ്രവീണിന്റെ കാര്യം കേട്ടില്ല, ആര്യൻ ജിസേല് കേട്ടില്ല. ശൈത്യ അത് പിന്നെ ഫണ്ണാണ്. ഇപ്പൊ ലാസ്റ്റ് ശൈത്യ സാബുമാൻ തമാശക്ക് അവരെ ട്രോൾ ചെയ്തു, മഞ്ജന പ്രപ്പോസ് ചെയ്യിപ്പിച്ച കാണില്ല. എല്ലാത്തിനും എന്റെ കുറ്റം കണ്ടുപിടിക്കാനോ മാറിയിരിക്കാട്ടോ. എന്നിട്ട് ഇങ്ങനെയൊക്കെ പോണു. നെഗറ്റീവ്സിനെ കുറിച്ച് ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല സത്യം പറഞ്ഞാൽ. ഇപ്പൊ ഞാൻ ഇറങ്ങി കഴിഞ്ഞപ്പോ കുറെ പേര് പറയുന്നുണ്ട് ബിൻസി എയറിലാണ്, ബിൻസി സീനാണ്. പക്ഷെ ഞാൻ അതിനെ കുറിച്ച് ബോധർ ചെയ്യുന്നേ ഇല്ല. പക്ഷെ ചില കാര്യങ്ങൾക്ക് എനിക്ക് ക്ലാരിറ്റി കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതാണ് ഞാൻ സംസാരിച്ചത് അനുവിന്റെ കേസ്. അപ്പം സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ ഒരു സദാചാരപരമായിട്ട് സംസാരിച്ച വ്യക്തി എന്ന രീതിയിലാണല്ലോ എന്നെ ഇപ്പം ബിൻസി കാണുന്നത്. എനിക്ക് അമ്മാവൻ സിൻഡ്രോം ആണെന്നാണ് പറയുന്നത്. അപ്പൊ ഈ 45-50 വയസ്സുള്ളവര് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ, അല്ലെ എന്തെങ്കിലും ഇപ്പം വഴിയരികിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും ലൈംഗിക ചേതനയോടുകൂടി എന്തെങ്കിലുമൊക്കെ ചെയ്യരുതടാ, മോശമാണ് എന്ന് പറയുന്നത് നല്ല അർത്ഥത്തോടു കൂടി നമുക്ക് എടുക്കാം. മോശത്തോടുകൂടി നീ ആരാടാ ചോദിക്കാൻ എന്നുള്ള ചോദ്യം ചോദിക്കാം, നീ ആരാടാ എന്നും ചോദിക്കാം. ഓക്കെ ചേട്ടാ, നിങ്ങൾ പറഞ്ഞത് നമ്മൾ മാന്യമായിട്ട് എടുക്കുന്നു എന്നും പറയാം. വേണമെങ്കിൽ ഒരു ചോദ്യം തിരിച്ചും ചോദിക്കാം, നിങ്ങൾ ചോദിക്കാൻ ആരാ, നിങ്ങൾക്ക് ചോദിക്കാൻ എന്താ അവകാശം, എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കടന്നു കയറാൻ നിങ്ങൾക്ക് അവകാശം എന്ന് ചോദിക്കാം. അപ്പോൾ ഇത് ബന്ധപ്പെടുത്തി ഞാൻ ചോദിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ബിൻസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ്, അല്ലെങ്കിൽ ജീവിതത്തിലെ എല്ലാമാണ് ചാച്ചൻ. ചാച്ചനെ ചൊറിയുമ്പോഴാണ് ഞാൻ പൊളയുന്നത്, പറയും അത്രയും പറയുന്നത് ചാച്ചനെ പറയുമ്പോഴാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ചാച്ചൻ ഓപ്പൺ മൈൻഡഡ് ആണ്, കാര്യങ്ങളാന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ ചാച്ചനും അമ്മാവൻ സിൻഡ്രോം ഉള്ള ഒരു വ്യക്തിയാണ്? അയ്യോ, ഒരിക്കലും അല്ല. എന്റെ ചാച്ചൻ വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളൊന്നുമല്ല, സാധാരണക്കാരായിട്ടുള്ള ഒരു ഓട്ടോ ഓടിക്കുന്ന മനുഷ്യനാണ്. ഒരുപാട് ജീവിതങ്ങൾ കണ്ണിൽ കാണുന്ന ആളാണ്. ഞങ്ങളെ നല്ല രീതിയിൽ ഫ്രീഡം തന്നാണ് ചാച്ചൻ വളർത്തിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇപ്പൊ ഇവനൊരു ഡ്രസ്സ് ഇട്ടാൽ പോലും, അല്ലെങ്കിൽ ഒരാളോട് മിണ്ടിയാൽ പോലും, അല്ലെങ്കിൽ ഞാൻ അവിടെ എത്ര പേരുടെ തോളത്ത് കഴിട്ടാണ് നടക്കുന്നത്. എനിക്ക് എല്ലാം ഫ്രണ്ട്സ് ഉള്ളതെല്ലാം ബോയ്സ് ആണ്. എപ്പോഴും ഒരു വീട്ടിലവരും സംസാരിക്കും. പക്ഷെ എന്റെ അപ്പൻ ഇതുവരെ മോശമായിട്ടൊരു രീതിയിൽ പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നത് ആൾക്കാരുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്. അതായത് ഒരാണും പെണ്ണും കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ അവിഹിതം, കൈ പിടിച്ചിരുന്ന അത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യം. മാരീഡ് ആയിട്ടുള്ള ഒരാളുടെ കൈ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഉള്ള ഒരു ബോയുടെ കൂടെ ഒരു പെണ്ണിന് ഇരിക്കാൻ പറ്റില്ല. അതൊക്കെ ഓരോ ആൾക്കാരുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്. ഇയാൾ ഇതുവരെ 26 വയസ്സേ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് പോലും ആ രീതിയിലോട്ട് ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത്
പുരോഗമനം ചിന്താഗതി കൊണ്ടുവരൂ മാൻ. ഈ അപ്പാപ്പന്മാർക്ക് പ്രശ്നമുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അവര് വളർന്നു വന്നതും കണ്ടതുമായിട്ടുള്ള സാഹചര്യം അല്ലെ അവര് ചെറുതിലേ ഉണ്ടായിരുന്ന പോലെ അല്ല. ഇപ്പൊ നമുക്ക് അത്രയും സൗകര്യങ്ങളുണ്ട്, നമുക്ക് കുറച്ചുകൂടെ ലോക പരിചയമുണ്ട്, ലോക വിവരമുണ്ട്. വിവരമില്ലാത്ത ചോദ്യങ്ങളും ചോദിച്ചു. ഇവരാണ് ഇവിടെ കൊണ്ടിരുത്തിയത്. അപ്പൊ അതിന്റെ അഭിപ്രായം അതാണ്. അപ്പം സ്വാഭാവികമായിട്ടും ആറ്റിറ്റ്യൂഡ് പിടിക്കുന്ന ഇനി അതിന്റെ കാര്യം ചൊറിയാൻ തുടങ്ങുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടുള്ള എന്റെ ഒരു ചോദ്യം, ഇപ്പോ എന്താ ചാച്ചൻ പറഞ്ഞല്ലോ ഭയങ്കര പുരോഗമനവാദിയാണ്, അതാണ് ഇതാണ് മാങ്ങാത്തൊലിയാണ് എന്ന് പറഞ്ഞല്ലോ. മാങ്ങാത്തൊലിയല്ല, പുരോഗമനവാദം ചില സമയത്തൊക്കെ മാങ്ങാത്തൊലിയുമാണ്. പല സമയത്തും അത് പല വ്യക്തിത്വങ്ങളോട് നമ്മൾ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ നോക്കും പുരോഗമനവാദം ഒത്തിരി ആയാലും പ്രശ്നമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പുരോഗമനവാദം വേണം, പുരോഗമനവും ഈ ലോകത്ത് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാറ്റങ്ങൾക്ക് അനുകൂലമായിട്ട് നമ്മളും പോകണം എന്നുള്ളൊരു ചിന്താധിക്കാനാണ്. പക്ഷെ ഞാൻ ചോദിക്കുകയാണ്, വളരെ സിമ്പിളായിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഇത്രയും എന്നെ കുറിച്ചില്ലേ ഇത് കൂട്ടി ചോദ്യവും 26 വയസ്സായിട്ട് നീ എന്ത് ചോദ്യം ചോദിച്ചോണ്ട് ഞാൻ ചോദിക്കുകയാണ്. സ്വാഭാവികമായിട്ടും RJ ബിൻസി എന്ന് പറയുന്ന ഒരു സ്ത്രീ മറ്റൊരു പുരുഷനുമായിട്ട് ചുംബിച്ചുകൊണ്ടിരിക്കുന്നത്, പൊതുസ്ഥലത്ത് ചുംബിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടാൽ ചാച്ചൻ പ്രതികരിക്കുകയല്ലേ? ഒന്നാമത്തെ കാര്യം, RJ ബിൻസി ഒരു ഉമ്മ കൊടുക്കണമെങ്കിൽ അതിന് ഒരു അർഹത വേണം, ഒരു മിനിമം ക്വാളിറ്റി വേണം. അപ്പൊ ഞാൻ ഒരാൾക്ക് കിസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനല്ല പറഞ്ഞത്. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ തീരുമാനിക്കും. ഇയാളോട് സംസാരിക്കണം, ഇവിടെ എണീറ്റ് പോകണം എന്നുള്ളത് ഞാൻ തീരുമാനിക്കും. അത് ഞാൻ തനിക്ക് തരുന്നല്ല, ഞാൻ മനസ്സിൽ തനിക്ക് തന്നിരിക്കുന്ന ഒരു റേറ്റിംഗ് ആണ്. അതുപോലാണ് ഞാൻ ആൾക്കാരെ ജഡ്ജ് ചെയ്യുന്നത്. എന്റെ മനസ്സിൽ ഞാൻ ഒരു മനുഷ്യനോട് ജഡ്ജ് ചെയ്ത് പെരുമാറുന്നത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞാൽ അത് എന്റെ ഇഷ്ടമല്ലേ? നേരത്തെ സംസാരിച്ചതുപോലെ, നേരത്തെ നിങ്ങൾക്കും അനുമോൾക്കും എന്ത് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ചിന്തിക്കാം. അതുപോലെ എന്റെ മനസ്സിൽ ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ എനിക്കതൊരിക്കലും തെറ്റാണെന്ന് പറഞ്ഞ് അംഗീകരിച്ചു തരാൻ പറ്റത്തില്ല. ഒരു മനുഷ്യനെ ജഡ്ജ് ചെയ്ത് പെരുമാറണമെന്ന് വിശ്വസിക്കുന്നതാണ്. ഇല്ല, അയ്യോ അതറിയാനുള്ള വിശ്വാസം അങ്ങനെ ആയിരിക്കും. പക്ഷെ ഞാൻ അങ്ങനല്ല വിശ്വസിക്കുന്നത്. എനിക്ക് എന്റേതായിട്ടുള്ള കുറെ തീരുമാനങ്ങളുണ്ട്, എന്റെ ചിന്താഗതികളുണ്ട്. അതായിട്ട് തന്നെയാണ് ഞാൻ ഇത്രയും നാൾ 26 വർഷം മുൻപോട്ട് പോയിട്ടുള്ളത്. അപ്പം ഞാൻ ഒരാൾക്കൊരു കിസ് കൊടുക്കണമെങ്കിൽ അതെന്റെ ഫ്രണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ എന്റെ ബോയ് ഫ്രണ്ട് ആയിരിക്കും. അതെനിക്ക് അത്ര ഇഷ്ടം തോന്നുമ്പോഴായിരിക്കും കിസ് കൊടുക്കുന്നത്. അത് കണ്ടെന്ന് പറഞ്ഞ് എന്റെ ചാച്ചനുടനെ നെഞ്ചുവേന വന്ന് തലകറങ്ങി വീഴത്തൊന്നും ഇല്ല. അതിനൊരു കാരണം കാണും. ഞാൻ എന്ത് ചെയ്താലും അതിനൊരു റീസൺ കാണും. ഇല്ല, ഒരു പ്രശ്നവും കാണത്തില്ല. അതെ, അങ്ങനെയുള്ള ചാച്ചന്മാർ ഉണ്ടാകുന്ന ഒരു സമൂഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അല്ല, അത് ചോദിച്ചുകൊണ്ട് ഞാൻ വളരെ സിമ്പിൾ ഒരു കാര്യം ചോദിക്കുന്നത്, ഒരു നിലവിൽ കമ്മിറ്റഡോ അല്ലെങ്കിൽ പ്രണയം ഉള്ള ആളൊന്നും അല്ല, ഞാൻ സിംഗിൾ ആണ്. റെഡി ടു മിംഗിൾ അല്ല, എനിക്ക് താല്പര്യമില്ല. ഇവനെ പോലത്തെ ഒരു ചെറുക്കനെങ്ങാനും ആണെങ്കിൽ എല്ലാ ദിവസവും ഫൈറ്റ് ചെയ്ത് ഞാൻ വയ്യാണ്ടാവും. അതറിയാം, എനിക്ക് വേണ്ട. തീർച്ചയായിട്ടും. അപ്പോ താങ്കൾ പറഞ്ഞല്ലോ ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താണ് ആ ക്വാളിറ്റി? എന്താ അതിപ്പോ ഓരോരുത്തരോട് നമ്മൾ സംസാരിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ അയാൾ എങ്ങനെയുള്ള വ്യക്തിയാണെന്നുള്ളത്. ഇപ്പൊ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഒരാളെ പ്രണയമാണോ? അതെ അതെ അതെ, അതുപോലെ ആയിരിക്കും നമ്മൾ ഓരോരുത്തർക്കും ഓരോ റേറ്റിംഗ് കൊടുക്കുന്നത്. ഞാൻ അങ്ങനെയാണ്. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പൊ കാണുന്നവരോട് എല്ലാവരോടും പോയി നമുക്ക് മിണ്ടി സംസാരിച്ച് തോളത്ത് കയറ്റി കെട്ടിപ്പിടിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. നമ്മൾ കൊടുക്കുന്ന ഒരു വാല്യൂ, നമ്മൾ എന്താണോ അയാൾക്ക് മനസ്സിലിട്ടിരിക്കുന്ന ഒരു മാർക്ക്, അതനുസരിച്ചിട്ടേ ഞാൻ അയാൾക്ക് ഒരു മിങ്കിൾ ചെയ്യത്തുള്ളൂ. അത് എന്റെ ഒരു സ്റ്റൈൽ അങ്ങനെയാണ്. സോ അതാണ് ഞാൻ പറഞ്ഞ ക്വാളിറ്റി. അതേ ഉള്ളൂ, അല്ലാതെ വേറെ ക്വാളിറ്റി അങ്ങനെ ഇതൊന്നുമില്ല. ഈ അനുമോളോട് അസൂയാണോ എന്ന് ചോദിക്കുന്ന ആളുകള്, അല്ലെങ്കിൽ എന്റെ വീഡിയോസിന് താഴെ കുറച്ച് പേര് കമന്റ് ഇടുന്നുണ്ട്. അവരൊക്കെ എന്റെ യൂട്യൂബില് ഞാൻ ഒരു 4 ലക്ഷം എന്തോ അടിച്ചൊരു വീഡിയോ, ഞാൻ അനുവും അനീഷും തമ്മിൽ എന്താണ് എന്നുള്ളതിനൊരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അനുവിനോട് എനിക്ക് അസൂയാണെങ്കിൽ ഒരിക്കലും എനിക്ക് ആ വീഡിയോയിൽ അവർ നല്ല ഫ്രണ്ട്സ് ആണെന്ന് പറയേണ്ട ആവശ്യമില്ല. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് അനുവിനെ എനിക്കറിയാം, അനീഷേട്ടനെ എനിക്കറിയാം, ദേ ആർ ജസ്റ്റ് ഫ്രണ്ട്സ് എന്നാ പറഞ്ഞിട്ടുള്ളത്. സോ അനുവിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അനു കാണിക്കുന്ന തെറ്റ് എനിക്ക് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ പറ്റത്തില്ല. അത് അനു എന്നല്ല, ആര് തെറ്റ് കാണിച്ചാലും അതിനകത്ത് ഞാനുണ്ടെങ്കിൽ, ആവശ്യമില്ലാത്ത കാര്യമാണെങ്കിൽ, എന്റെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ ഞാൻ ചൂണ്ടിക്കാണിക്കും. നല്ല കാര്യം. അത്തരത്തിൽ തന്നെ നിലപാടുകൾ പറയേണ്ടത് നിലപാടുകൾ പറഞ്ഞ് തന്നെ മുന്നോട്ട് പോകുക. തീർച്ചയായിട്ടും അങ്ങനെ പോട്ടെ. അപ്പം ഇനിയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ആദ്യം വളരെ സിമ്പിളായിട്ട് എനിക്ക് പറയാൻ തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ബിഗ് ബോസിന്റെ 2ാമത്തെ റീ എൻട്രി സമയമാണ് ഇനി നമ്മൾ സംസാരിക്കുന്നത്. ഏകദേശം ഇപ്പോൾ ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ടുള്ള അനുമോള്, അനീഷ്, അതുപോലെ ആദ്യത്തെ 14 ദിവസം കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു പോയല്ലോ.
റീ എൻട്രി ആണ് ഇനിയൊരു വിഷയം. റീ എൻട്രിക്ക് ശേഷമാണല്ലോ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായത്. അതെ അതെ, അതിനു മുമ്പ് ആരും ഞാൻ ബിഗ് ബോസിൽ പോയെന്ന് പറഞ്ഞിട്ട് പോലും വിശ്വസിക്കുന്നില്ലായിരുന്നു. എന്നെ കണ്ടില്ലെന്നാ പറഞ്ഞ ആൾക്കാർ. അതാരൊന്നുമല്ല, ബിൻസിയുടെ ഞാൻ പറഞ്ഞല്ലോ, ബിൻസി അത്ര പെട്ടെന്ന് പുറത്താകേണ്ട ആളല്ല എന്ന് വിശ്വസിക്കുന്ന ആളായിരുന്നു ഞാൻ. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിവുള്ള, കുറച്ചും കൂടി നിന്നതിനെ കുറച്ചുകൂടി കണ്ടന്റ് ഒക്കെ കൊടുക്കാൻ സാധിച്ചേനെ. അതിന്റെ ഒരു നിരാശാബോധം ഉണ്ടല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. എനിക്ക് ഭയങ്കര റിഗ്രറ്റ് ഉണ്ടായിരുന്നു. ഞാൻ 1.5 മാസത്തോളം എന്റെ അമ്മ ഓൺലൈൻ മീഡിയാസിനോട് പറഞ്ഞ പോലെ 1.5 മാസത്തോളം ഞാൻ കരച്ചിലായിരുന്നു. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു, എനിക്ക് ഭയങ്കര വിഷമമായി പോയി. അത് കഴിഞ്ഞപ്പോ ഞാൻ ഓക്കെ ആയി, ആക്സെപ്റ്റ് ചെയ്തല്ലേ പറ്റത്തുള്ളൂ റിയാലിറ്റി അതാണെന്നുള്ളത്. അതുമല്ല, അതിനുശേഷം കണ്ടോ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് നമ്മളെ പുറത്തേക്ക് കഴിയുമ്പോൾ കോപ്പ് എന്ന് പറഞ്ഞുള്ള ഒരു മൈൻഡ് സെറ്റ് ആണെന്ന്. ആണോ? അങ്ങനെയാണോ? അങ്ങനല്ല ബ്രോ, നമുക്ക് ഇത് കാണാൻ തോന്നത്തില്ല, നമുക്ക് ഭയങ്കര സങ്കടമായി പോകും. കാരണം ഞാനും ആ സ്പേസിൽ ഉണ്ടാവേണ്ടതാണല്ലോ, എനിക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ലല്ലോ. പിന്നീട് ഭയങ്കര വലിയൊരു റിഗ്രറ്റിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അത് കാരണം എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല, എപ്പിസോഡ് ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. പിന്നെ ഒരു കാര്യം, ആദ്യത്തെ ഞാൻ എന്റെ എൻട്രി മാത്രമേ കണ്ടുള്ളൂ. അത് കഴിയുമ്പോൾ ഞാൻ അങ്ങനെ കരയുന്ന ആളല്ല ബേസിക്കലി, അത് കാരണം അങ്ങനെ കരഞ്ഞിട്ടില്ല. പക്ഷെ വിഷമം ഉണ്ടായിട്ടുണ്ട്. പിന്നെ അമ്മ എന്താ അങ്ങനെ പറഞ്ഞത്? 1.5 മാസത്തോളം ഞാൻ ഭയങ്കര ശോകമായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ആളാണ്, ആരോട് സംസാരിക്കത്തില്ല, ഫുഡ് കഴിക്കത്തില്ല, ഉറങ്ങത്തില്ല. ആകെ കൂടെ ചെയ്യുന്നത് ശരിക്കും ഡല്ലായി. ആ സമയത്ത് ആകെ കൂടെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ വീഡിയോ എഡിറ്റ് ചെയ്യും. ഞാൻ ഫോണിൽ തന്നെ എഡിറ്റ് ചെയ്യുന്നത്, അങ്ങനെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. അങ്ങനെ ഒരു ചാനൽ ഞാൻ സെറ്റ് ആക്കിയത്. അതിപ്പം ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ യൂട്യൂബ് ചാനൽ, ഞാനൊരു യൂട്യൂബർ ബിഗ് ബോസിൽ പോയത് കൊണ്ടും ചെയ്തു. പിന്നെ തീർച്ചയായിട്ടും ഗുണം ചെയ്തു. 14 ദിവസമേ ഉള്ളെങ്കിലും ഇപ്പൊ ഇങ്ങനെ വന്ന് ഇരിക്കാനല്ലേ എത്രയോ ചാനലുകൾ ഇന്റർവ്യൂസ് കാര്യങ്ങൾ അതിഥിയായി പോകുന്നു. ഇനിയിപ്പം ഉദ്ഘാടന പരമ്പരകളിലേക്കൊക്കെ കടക്കട്ടെ എന്ന് യാത്ര. സ്കൂളിലൊക്കെ എന്നെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചു, കോളേജിൽ അല്ലെങ്കിൽ നമ്മൾ പോവാറുണ്ടായിരുന്നു റേഡിയോ ത്രൂ. അങ്ങനെ അപ്പം ഞാൻ എന്റെ ഏറ്റവും വലിയ എന്താ ബിഗ് ബോസിൽ പോയത് എന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം, സ്നേഹിക്കാൻ കുറെ ആൾക്കാരുണ്ടായി. ഞാൻ ആ യൂട്യൂബിലൂടെ അത് കണ്ടതാണ്. വെറും 200 പേരെ ആ ചാനലിൽ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ബിഗ് ബോസിൽ പോകുമ്പോൾ. ഇപ്പൊ അത് 89,000 എന്തോ ആയിട്ടുണ്ട്. അപ്പൊ അത്രയും വലിയ എനിക്ക് തോന്നുന്നില്ല 3 മാസം കൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇത്രയും പെട്ടെന്ന് റീച്ച് ആകുന്നു. സോ അത്രയും ആളുകൾ എന്നെ സ്നേഹിക്കുന്നവരാണ്, അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അല്ല, അത് പറയുമ്പോൾ തന്നെ എന്താ ഇപ്പം ഒരുപാട് കമന്റുകൾ കാണുന്നുണ്ട്. അതായത് ആദ്യമേ ഞാൻ തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് പറഞ്ഞു, അതായത് മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഒരു അഭിമുഖത്തിൽ ഞാൻ പറഞ്ഞു, തിളക്കേണ്ട സമയത്ത് സാമ്പാറായിട്ട് തിളച്ചിരുന്നെങ്കിൽ ഇപ്പൊ പോയി കിടന്ന് തിളച്ചിട്ട് ആ സമയത്ത് തിളച്ചിരുന്നെങ്കിൽ ഈ 2 ആഴ്ചക്കുള്ളിൽ പുറത്താകേണ്ട ഗതികേട് ബിൻസിക്ക് വരില്ലായിരുന്നു. അതിന്റെ അടിയിൽ കൊണ്ട് ബിൻസി എന്നെ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്, എന്നെ കളിയാക്കിക്കൊണ്ടായിട്ടിരിക്കുന്നത്. കാണിക്കണോ? നിന്നെ കളിയാക്കിക്കൊണ്ടല്ല, ഓപ്പോസിറ്റ് ഇരുന്ന കുട്ടി ആങ്കർ അടിപൊളിയായിരുന്നു. ആളുടെ മറുപടി ആങ്കറാണോ? ഞാനോട് എന്നെ ഞോണ്ടിയതാണോ? അല്ലല്ല, നിന്നെ ഞോണ്ടാണ്. നിന്റെ പേര് ഞാൻ മെൻഷൻ ചെയ്തിട്ടല്ലേ പറയത്തുള്ളൂ. അത് ആങ്കർ കുട്ടി സൂപ്പർ ആയിരുന്നു. ആള് തിരിച്ചു നല്ല മറുപടി തന്നില്ലേ? ഒന്നും തന്നില്ല. അതിന്റെ അകത്ത് ആങ്കർ പരാജയപ്പെട്ടു. ബാക്കിയുള്ള കമന്റുകളൊന്നും ഇപ്പൊ അടിയിൽ വായിച്ചില്ല. ഞാൻ മറ്റുള്ള കമന്റ്സ് വായിക്കാറില്ല, സ്വന്തം കമന്റ് മാത്രമേ വായിക്കുള്ളൂ. അപ്പം അത്തരത്തിലൊരു സംസാര വിഷയമായിട്ട് കിടക്കുന്നുണ്ട്. അതായത് ആ സമയത്ത് കൃത്യമായിട്ട് കളിച്ചിരുന്നെങ്കിൽ ബിൻസിക്ക് അവിടെ നിലനിൽക്കാമായിരുന്നു. പിന്നെ വന്നിട്ട് ഇപ്പൊ കടന്ന് ഓവർ ഷോ, ചീപ്പ് ഷൈനിങ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട്. അങ്ങനെ കമന്റ് ചെയ്യുന്നവരോട് അല്ലെങ്കിൽ ആ ഒരു അഭിപ്രായത്തോടെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഭയങ്കര മോശമായിട്ട് നോക്കി കാണുന്ന പോലില്ല, നോക്കാൻ പോലും ആഗ്രഹിക്കുന്നില്ല. അതെ, എനിക്ക് കാണാൻ പോലും താല്പര്യമില്ല ബ്രോ. അതെന്താന്ന് വെച്ചാല് ഈ പറയുന്നവർക്ക് എന്തും പറയാം, എന്തും വിളിച്ചു പോയി പറയാം. സത്യം എന്താണെന്നുള്ള കാര്യം അവർക്ക് അറിയണ്ട. 14 ദിവസം RJ ബിൻസി ഫയർ ആയിട്ട് അവിടെ നിന്നില്ലെങ്കിൽ അതിനൊരു കാരണമുണ്ട്. അതിന് എനിക്ക് എന്റേതായിട്ടുള്ള കാരണമുണ്ട്. എനിക്ക് വിചാരിച്ചോടെ നിൽക്കാൻ പറ്റിയില്ല. മറ്റുള്ളവരെ പോലെ PR കൊടുത്തിട്ടോ അല്ലെങ്കിൽ മറ്റ് കോണ്ടന്റ് അത്രയും പ്ലാൻ ചെയ്തിട്ടോ ഒന്നുമല്ല ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. സോ ഞാൻ ആളുകളെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി കുറച്ച് ടൈം എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ ഗെയിമിലേക്ക് ഇറങ്ങി ഒന്ന് സെറ്റായി വന്നപ്പോൾ തന്നെയാണ് എനിക്ക് എവിക്ഷൻ വന്നത്. സോ ഞാൻ എവിക്റ്റ് ആയി. അപ്പം അതാണ് ബേസിക്കലി അപ്പൊ സംഭവിച്ചത്. രണ്ടാമത്തെ കാര്യം, ഈ കമന്റ് ഇടുന്ന ഏതെങ്കിലും ഒരാള് എനിക്ക് വേണ്ടി ചോദിക്കാനുണ്ടോ? കമന്റ് ഇടാൻ ആർക്കും പറ്റും. ഏത് മുക്കിനും മൂലയ്ക്ക് വരുന്ന ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് കമന്റ് ഇടാനും ഇപ്പൊ ഇന്റർവ്യൂവിന് വിളിച്ചിരുത്തി ഇതുപോലെ ചോദ്യങ്ങൾ ചോദിക്കാൻ തനിക്കും പറ്റും. പക്ഷേ അല്ല, ഞാൻ പറഞ്ഞത് അങ്ങനെ ആർക്കും പറ്റും, എന്തും ആർക്കും വിളിച്ചു പോയി പറയുന്നത് സമൂഹത്തില്. പക്ഷേ എനിക്ക് വേണ്ടി പ്രതികരിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. മസ്താനിയുടെ അത് ചോദിച്ചില്ല, അല്ലെങ്കിൽ അനുമതി ചോദിച്ചില്ല. അതിലേക്കാണ് വരേണ്ടത്. ആണല്ലോ ഇപ്പൊ ചർച്ച. അതെ, വരൂ, ഞാൻ മറുപടി പറയാൻ ഇങ്ങനെ തിളച്ചു നിൽക്കുക. അപ്പൊ ചോദിക്കാം, അതായത്